ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ വന്നതോടെ ഗാസയിൽ വീണ്ടും കരയാക്രമണം ആരംഭിച്ച് ഇസ്രായേൽ. യുഎന്നിന്റെ എതിർപ്പ് അവഗണിച്ചും ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതിന് പിന്നിലെ കാരണമെന്ത്? ബന്ദിമോചനത്തിന് വഴങ്ങാതെ ഗാസയിലെ സാധാരണക്കാരെ മറയാക്കി യുദ്ധവുമായി ഹമാസ് മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നതിന് പിന്നിലെ ഗൂഢതന്ത്രത്തിന് പിന്നിലാര്? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. ബന്ദികളെ തടഞ്ഞുവെച്ച് ഇരവാദം ഉയർത്തലോ ഹമാസിന്റെ ലക്ഷ്യം? 2023 ഒക്ടോബർ 7 ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ വിലാപ ദിനം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ബോർഡർ കടന്ന് 1200ഓളം പേരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 250ഓളം പേരെ ഗാസയിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്ത കരിദിനം. നീണ്ട 24 മാസങ്ങൾ. 2 വർഷം കഴിഞ്ഞിട്ടും ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയവരിൽ ജീവനോടെയോ അല്ലാതെയോ മോചിപ്പിക്കപ്പെട്ട 200 പേരൊഴികെ ബാക്കിയുള്ളവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ബാക്കിയുള്ള 50 പേരിൽ 20 പേരെങ്കിലും ജീവനോടെ അവശേഷിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. അതിലൊരാൾ മെലിഞ്ഞ ഉണങ്ങിയ ശരീരവുമായി സ്വന്തം ശവക്കുഴിയെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹമാസ് തന്നെ പുറത്തുവിട്ടിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുവാൻ ഇസ്രായേലിനുള്ളിൽ തന്നെ സമ്മർദ്ദമുയരുമ്പോൾ നെതന്യാഹുവിന് ഇനിയൊരു തിരിഞ്ഞുനോട്ടമില്ല. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ കരയാക്രമണം ആരംഭിച്ചിട്ട് 3 ദിവസങ്ങൾ പിന്നിടുന്നു. ഇസ്രായേലി ടാങ്കുകളും സൈനിക വാഹനങ്ങളും ഗാസ നഗരത്തെ ചുറ്റി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബന്ദിമോചനത്തോടൊപ്പം ഹമാസ് ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകരുതെന്നും ഇത്തവണ ഇസ്രായേലിന് ദൃഢനിശ്ചയമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമുണ്ടായിട്ടും ഇസ്രായേൽ സൈന്യം ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും തീവ്രവാദികളെ ഇല്ലാതാക്കി സധൈര്യം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഇസ്രായേലിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് തെക്കൻ ഗാസ ലക്ഷ്യമാക്കി പലായനം ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ജീവൻ രക്ഷാ സാമഗ്രികളുടെ ദൗർലഭ്യം ഗാസയിൽ സൃഷ്ടിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങളാണ്. എന്നാൽ ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ മോചനം സാധ്യമാകണമെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ പ്രധാന ശക്തി കേന്ദ്രം പൂർണ്ണമായും ഇല്ലാതാകണമെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഏകദേശം 3000 തീവ്രവാദികളോളം ഇവിടെയുണ്ട്. എന്നിരുന്നാലും 10 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗാസയിലെ ഏറ്റവും വലിയ നഗരപ്രദേശത്തുണ്ടായിരിക്കുന്ന ഭക്ഷണക്ഷാമം അന്താരാഷ്ട്ര അപലപനത്തിനും കാരണമായിരിക്കുകയാണ്. Time and time again in these and different similar circumstances, it is not in the attributions of the Secretary General to do the legal determination of genocide. That belongs to the adequate judicial entities, namely the International Court of Justice. And let us be aware that at the present moment the International Court of Justice is dealing with a case whose name is Application of the Convention on the Prevention and Punishment of the Crime of Genocide in the Gaza Strip. Now, the fact that I have not the competence to do the determination of the legal determination of genocide doesn't mean
that I do not consider that what's happening in Gaza after the horrific attacks by Hamas in October 2 years ago, what happens in Gaza today is horrendous. We are seeing massive destruction of neighborhoods, now the systematic destruction of Gaza City. We are seeing massive killing of civilians in a way that I do not remember in any conflict since I am Secretary General. And we are seeing dramatic obstacles to the distribution of humanitarian aid. At a certain moment, it completely stopped, with the consequences that the Palestinian people is suffering an horrendous situation with famine, with no access to any kind of health support, and with continued displacement and the imminent risk of losing their lives at any moment. So this is something we cannot forget. Independently of the names that are given, the truth is that this is something that it is morally, politically, and legally intolerable. Now, the second question was about Qatar and the United States. I believe the objective of the meeting is to strengthen the bilateral agreement on defense. Qatar has already announced that Qatar was ready to start again the mediation. And that mediation is absolutely vital when we see the new phase of destruction of Gaza City, to have a ceasefire, an immediate ceasefire, with the immediate and unconditional release of hostages, and with effective humanitarian aid being distributed. So let's hope that this meeting with the US will help the US put pressure on Israel for seriously accepting a negotiation. ഖത്തറിൽ ഹമാസ് ഭീകരരെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ ഇസ്രായേലിന് നേരെ അറബ് രാജ്യങ്ങളുടെ നീക്കത്തെ പ്രതിരോധിക്കുന്നുണ്ട്. അതേസമയം പ്രതിരോധ സംവിധാനങ്ങൾ സുശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. മിസൈൽ ആക്രമണം തടുക്കുവാനുള്ള ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം ഇസ്രായേൽ പൂർത്തിയാക്കി. ഈ വർഷാവസാനത്തോടുകൂടെ ഇത് സൈന്യത്തിന് കൈമാറുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലുള്ള അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെയാണ് റാഫേൽ സാങ്കേതിക വിദ്യയിൽ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ അയൺ ബീം. ഹമാസ് തുടങ്ങിവെച്ച രക്തച്ചൊരിച്ചിൽ ഗാസയിലെങ്ങും അശാന്തിയുടെ ഇരുൾ പരത്തുകയാണ്. തീവ്രവാദികൾ മറ്റു രാജ്യങ്ങളിൽ ആഡംബര വസതികളിൽ സുഖജീവിതം നയിക്കുമ്പോൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ തീവ്രവാദികൾ ഇരകളാക്കി ഇട്ടുകൊടുക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം സ്വാധീനം ചെലുത്തി ഹമാസ് അജണ്ട നടപ്പിലാക്കുന്നു. തങ്ങളുടെ സഹോദരങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുവാൻ ഇസ്രായേൽ തയ്യാറല്ല. പോർവിമാനങ്ങളും യുദ്ധ ടാങ്കുകളും ഗാസ സിറ്റി വളയുമ്പോൾ
2 വർഷത്തിലധികമായി ഭൂഗർഭ ബങ്കറുകളിൽ വെട്ടമോ വെളിച്ചമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുന്ന മക്കളും മാതാപിതാക്കളും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ.